ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക്കലിൻ്റെ പല ഇൻ്റർവ്യൂസിനും അതുപോലെ തന്നെ ടെക്നിക്കൽ എക്സാംസിനൊക്കെ ചോദിച്ചു വരുന്ന MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റേറ്റഡ് വോൾട്ടേജ് ഓഫ് എ സിംഗിൾ ഫേസ് സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് കണക്ഷൻ ഇൻ അവർ സ്റ്റേറ്റ് ഈസ്. നമ്മുടെ സ്റ്റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡൊമസ്റ്റിക് സിംഗിൾ ഫേസ് കണക്ഷൻ്റെ സപ്ലൈ വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിൽ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് 100 വോൾട്ട്, 200 വോൾട്ട്, 230 വോൾട്ട്, 400 വോൾട്ടാണ്. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 230 വോൾട്ടാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ മാക്സിമം കറണ്ട് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട് ഓഫ് ഹൗസ് വയറിംഗ് ഈസ് ലിമിറ്റഡ് ടു. നമ്മൾ വീടുകളിൽ വയറിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രാഞ്ചിൽ അലൗഡ് ആയിട്ടുള്ള മാക്സിമം ആംബിയർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് 1 ആംബിയർ, 5 ആംബിയർ, 10 ആംബിയർ, 15 ആംബിയർ. നമ്മൾ വീടുകളിൽ വയറിംഗ് ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള ബ്രാഞ്ചാണ് വരുന്നത്. ഒന്നൊരു നോർമൽ ബ്രാഞ്ചും രണ്ടാമത്തേത് പവർ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ സർക്യൂട്ട് ബ്രാഞ്ചുമാണ്. അത്തരത്തിൽ പവർ സർക്യൂട്ടിന് അലൗഡ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് 15 ആംബിയറും നോർമൽ ആയിട്ടുള്ള ബ്രാഞ്ചിൽ അലൗഡ് ആയിട്ടുള്ള കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 5 ആംബിയറുമാണ്. സോ ആൻസർ എന്ന് പറയുന്നത് 5 ആംബിയറാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ തേർഡ് പിൻ ഓഫ് എ 3 പിൻ പ്ലഗ് കണക്ഷൻ ഫോർ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ് പ്രൊവൈഡ്സ്. ഒരു 3 പിന്നിൻ്റെ മൂന്നാമത്തെ ആ ഒരു പിൻ എന്ന് പറയുന്നത് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് ചെക്ക് ഫോർ ഫേസ് ആൻഡ് ന്യൂട്രൽ കണക്ഷൻ, മോർ എഫിഷ്യൻസി ഫോർ ദി എക്യുപ്മെൻറ്റ്, റിട്ടേൺ പാത്ത് ഫോർ ദ കറണ്ട്, സേഫ്റ്റി ഫോർ ദ ഓപ്പറേറ്റർ. നമുക്കറിയാം ഇതാണ് ആ ഒരു 3 പിൻ പ്ലഗ്. നമ്മൾ എല്ലാവരും തന്നെ ഇത് കണ്ടിട്ടുള്ളതായിരിക്കുള്ളൂ. ഇതിൻ്റെ ഈ ഒരു മൂന്നാമത്തെ പിൻ, അതായത് എർത്ത് പിൻ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ നെയിം ഓഫ് ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സെവറൽ പവർ സ്റ്റേഷൻസ് ആൻഡ് സബ്സ്റ്റേഷൻസ് ഈസ്. പല സബ്സ്റ്റേഷനുകളും അതുപോലെ തന്നെ പവർ സ്റ്റേഷനുകളും ഒക്കെ ആയിട്ട് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്കിനെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് ബസ് ബാർ, ഗ്രിഡ്, കാരിയർ, ഐസൊലേറ്റർ. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഗ്രിഡാണ്. നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളുമായിട്ടുള്ള പവർ സ്റ്റേഷൻസായിട്ടും പല സബ്സ്റ്റേഷൻസായിട്ടും ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കപ്പാസിറ്റർ ഓഫ് സീലിംഗ് ഫാൻ ഈസ് കണക്റ്റഡ് ഇൻ. നമുക്കറിയാം സീലിംഗ് ഫാനിൽ നമ്മളൊരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കപ്പാസിറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് സീരീസ് വിത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, പാരലൽ വിത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, സീരീസ് വിത്ത് റണ്ണിങ് വൈൻഡിങ്, സീരീസ് വിത്ത് സ്റ്റാർട്ടിംഗ് ആൻഡ് റണ്ണിങ് വൈൻഡിങ്. ഇതിൻ്റെ ആൻസർ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ആ ഒരു സർക്യൂട്ട് ഡയഗ്രം ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ നമുക്ക് ഇതാണ് ഒരു സീലിംഗ് ഫാനിൻ്റെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് റോട്ടർ കാണാം, അതുപോലെ തന്നെ 2 വൈൻഡിങ് കാണാം. ഒന്ന് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും അതുപോലെ തന്നെ രണ്ടാമത്തേത് റണ്ണിങ് വൈൻഡിങ് ആണ്. ഇതിൽ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്ന് പറയുന്നത് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ ഫംഗ്ഷൻ. ആ ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഇതൊരു സിംഗിൾ ഫേസ് മോട്ടറാണ്. സോ സിംഗിൾ ഫേസ് മോട്ടറിൽ നമുക്ക് ഒരു ഫേസ് സ്പ്ലിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സീരീസ് വിത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ AC സപ്ലൈ കാനോട്ട് യൂസ്ഡ് ഫോർ. താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ AC സപ്ലൈ യൂസ് ചെയ്യാൻ പറ്റാത്തത് ഏതിനാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് ഹീറ്റിംഗ്, ലൈറ്റിംഗ്, ഇലക്ട്രോലിസിസ് ആൻഡ് ഡ്രൈവ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോലിസിസ് ആണ്. കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് അറിയാവുന്നതാണ്. കാരണം നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹീറ്റിംഗ്, നമ്മൾ അയൺ ബോക്സ് ഒക്കെ AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈറ്റിംഗ് എല്ലാം AC-യിലാണ്. പലതരത്തിലുള്ള ഡ്രൈവ്സ്, ഇപ്പോൾ VFD പോലുള്ള ഡ്രൈവുകളൊക്കെ AC-യിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇലക്ട്രോലിസിസ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിനെ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ആനോഡും കാഥോഡും ആക്കിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ ആനോഡും കാഥോഡുമായിട്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AC സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധിക്കില്ല. DC സപ്ലൈ കൊടുത്താൽ മാത്രമേ ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ആനോഡും കാഥോഡുമായിട്ട് നിൽക്കുകയുള്ളൂ. AC സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കറിയാം AC-യുടെ ആ ഒരു പൊളാരിറ്റി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സോ ഈ ഒരു പ്ലസും മൈനസും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ശരിയായിട്ട് നടക്കില്ല. അതുകൊണ്ട് ഇലക്ട്രോലിസിസിന് മാത്രം നമുക്ക് ഈ ഒരു AC സപ്ലൈ യൂസ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ റെസിസ്റ്റൻസ് ഓഫ് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ ഈസ്. ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നമുക്കുള്ളത് ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി കിലോ ഓംസ്, ഓപ്ഷൻ സി മെഗാ ഓംസ്, ഓപ്ഷൻ ഡി ഇൻഫിനിറ്റ്.
ഇതിൽ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ റെസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു പ്യുവർ കണ്ടക്ടർ എന്ന് വിളിക്കാം. കാരണം റെസിസ്റ്റൻസ് ഒട്ടും ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കണ്ടക്ടർ ആയിരിക്കുള്ളൂ. ഇനി കിലോ ഓംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് വാല്യൂ ആണ് ഈ കിലോ ഓംസിൽ വരുന്നത്. മെഗാ ഓംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഇൻസുലേഷൻ വാല്യൂ ആണ് ഈ മെഗാ ഓംസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് പെർഫെക്റ്റ് ഇൻസുലേറ്റർ എന്നാണ്. സോ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു ഇൻസുലേഷൻ വാല്യൂ ഉള്ള മെറ്റീരിയൽ ആയിക്കോളൂ. ഇവിടെ തന്നിട്ടുള്ളതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഇൻഫിനിറ്റി ആയിരിക്കുള്ളൂ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സിംഗിൾ ഫേസ് മോട്ടർ ഇഫ് എ സിംഗിൾ ഫേസ് മോട്ടർ റൺസ് സ്ലോ ദ റീസൺസ് മേ ബി. ഒരു സിംഗിൾ ഫേസ് മോട്ടർ സ്ലോ ആയിട്ട് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് ഓവർലോഡ്, ലോ ഫ്രീക്വൻസി, ലോ വോൾട്ടേജ്, എനി ഓഫ് ദി എബോവ്. ഇത് നമുക്ക് ഇതും നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അനുഭവപ്പെട്ടുള്ള കാര്യമായിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വോൾട്ടേജ് ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാൻ വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ അത് സ്ലോ സ്പീഡിലായിരിക്കും റൺ ചെയ്യുന്നത്. ഇനി ഓവർലോഡഡ് ആണെങ്കിലും സ്വാഭാവികമായിട്ടും മോട്ടറിൻ്റെ സ്പീഡ് കുറയും. അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും റൊട്ടേഷനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഫ്രീക്വൻസി കുറയുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സിംഗിൾ ഫേസ് മോട്ടർ സ്ലോ ആയിട്ട് റൺ ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ മേളിൽ പറഞ്ഞിട്ടുള്ള ഏത് വേണമെങ്കിലും ആകാം. എനി ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി എനി ഓഫ് ദ എബോവ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, എമംഗ് ദ വേരിയസ് ഇലക്ട്രിക്കൽ മെഷീൻസ് ദ മാക്സിമം എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ. താഴെ തന്നിട്ടുള്ള ഇലക്ട്രിക്കൽ മെഷീൻസിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള ആ ഒരു മെഷീനറി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് ഇൻഡക്ഷൻ മോട്ടർ, ട്രാൻസ്ഫോമർ, സിങ്ക്രണസ് മോട്ടർ, DC സീരീസ് മോട്ടർ. ഇതിൽ 3 മോട്ടറാണ്, 1 ട്രാൻസ്ഫോമറാണ്. മോട്ടറും ട്രാൻസ്ഫോമറും തമ്മിൽ വരുന്ന പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിൽ നമുക്ക് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള പാർട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിൽ വരുന്ന ഒരു വേസ്റ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് ട്രാൻസ്ഫോമറിനാണ്. ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി നമ്മൾ പെർസെൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 98% ആണ് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി ടൈംസ് ഇൻ 1 സെക്കൻഡ് ഡസ് ദ AC വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട് ബിക്കം 0 ഇഫ് ദ ഫ്രീക്വൻസി ഈസ് 50 ഹെർട്സ്. ഒരു AC സപ്ലൈയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേവ് ഫോമിൽ വോൾട്ടേജ് എത്ര പ്രാവശ്യം ഒരു സെക്കൻഡിൽ 0 ആവുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് 25, 50, 100, 200 ആണ്. ഇതിൽ നമ്മൾ ആ ഒരു ACയുടെ വോൾട്ടേജിൻ്റെ വേവ് ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ ഇത്തരത്തിലുള്ള 50 വേവ്സാണ് ഉണ്ടാകുന്നത്. അതിൽ ഒരു വേവ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സൈക്കിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഇത് പീക്ക് പോയിന്റിൽ എത്തുന്നുണ്ട്, അതുപോലെ 2 പ്രാവശ്യം ഇത് 0യിലും എത്തുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഒരു സൈക്കിളിൽ 2 പ്രാവശ്യം 0യിൽ എത്തുമ്പോഴത്തേക്കും 50 ഹെർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും 50 സൈക്കിളായിരിക്കുള്ളൂ. 50 സൈക്കിളിൽ 100 പ്രാവശ്യമായിരിക്കുള്ളൂ 0യിലേക്ക് എത്തുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 100 ആണ്. ഇത്തരത്തിൽ 0യ്ക്ക് പകരം എത്ര പ്രാവശ്യം പീക്ക് വോൾട്ടേജിൽ എത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരികയാണെന്നുണ്ടെങ്കിലും സെയിം തന്നെ ആയിരിക്കുള്ളൂ, 100 ആയിരിക്കുള്ളൂ ആൻസർ എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. ഒരു കണ്ടക്ടറിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് കണ്ടക്ടർസ് ഡയമീറ്റർ, കണ്ടക്ടർ ലെങ്ത്, കണ്ടക്ടർ മെറ്റീരിയൽ, കണ്ടക്ടർ റേഡിയസ്. ആദ്യം നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നോക്കണം. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊരു മെറ്റീരിയലും അല്ലെങ്കിൽ ഏതൊരു കണ്ടക്ടറും യൂണിറ്റ് ലെങ്ത്തിലും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ആ ഒരു റേഡിയസ്, ഡയമീറ്റർ ഒന്നും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ ആയിക്കോളും നമ്മൾ ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ ആകെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടക്ടറിൻ്റെ മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയൽ എന്താണെന്നുള്ളതായിരിക്കുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വെതർ പ്രൂഫ് വയേഴ്സ് ആർ യൂസ്ഡ് ഫോർ. വെതർ പ്രൂഫ് വയർ എവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് സർവീസ് കണക്ഷൻ, ഇൻഡസ്ട്രിയൽ വയറിംഗ്, ഡൊമസ്റ്റിക് വയറിംഗ്, ഗോഡൗൺ വയറിംഗ്. ഇത് നമുക്കറിയാവുന്നതാണ്. സർവീസ് കണക്ഷനിലാണ് നമ്മൾ വെതർ പ്രൂഫ് ആയിട്ടുള്ള വയേഴ്സ് യൂസ് ചെയ്യുന്നത്. കാരണം വെതറായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലൈമറ്റിലേക്ക് ഡയറക്റ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ മാത്രമാണ്. ബാക്കി ഇൻഡസ്ട്രിയൽ വയറിംഗ് ആയാലും ഡൊമസ്റ്റിക്കും ഗോഡൗണൊക്കെ ആയാലും നമ്മൾ കോൺഡ്യൂട്ടൊക്കെ വെച്ചിട്ടായിരിക്കുള്ളൂ കൺസീൽഡ് ആയിട്ടുള്ള വയറിംഗ് ചെയ്യുന്നത്. സോ അവിടെ നമുക്കൊരു വെതർ പ്രൂഫ് വയർ യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ എനർജി കൺസ്യൂംഡ് ബൈ എ 1000 watt ഹീറ്റർ ഫോർ 2 hours.
ഒരു 1000 വാട്ട് ഹീറ്റർ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ എന്തോരം എനർജി കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു എനർജി കൺസ്യൂംഡിൻ്റെ ആ ഒരു യൂണിറ്റ് നമ്മൾ പറയുന്നത് കിലോ വാട്ട് അവറിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 1000 വാട്ട് ഉണ്ട്, 2 മണിക്കൂറുണ്ട്. സോ 1000 × 2 എന്ന് പറയുമ്പോൾ 2000 വാട്ട് അവർ ആണ് വരുന്നത്. അതിന് നമ്മൾ കിലോ വാട്ട് അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡിവൈഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു 2 കിലോ വാട്ട് അവർ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2 കിലോ വാട്ട് അവർ ആയിരിക്കുള്ളൂ. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ബേസിക്കായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി 14th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സീറോ ഇൻ എ വാട്ട്ലെസ് സർക്യൂട്ട്? ഓപ്ഷൻസ് ഉള്ളത് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ട്രാൻസിസ്റ്റർ. ഈ വാട്ട്ലെസ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ അല്ലാത്ത പവർ വരുന്ന ആ ഒരു സർക്യൂട്ടിനെയാണ് വാട്ട്ലെസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കുള്ളൂ. അത്തരത്തിൽ വേസ്റ്റ് ആയിട്ടുള്ള പവർ വരാത്ത ഒരു ഇതെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് മാത്രമാണ്. കാരണം ബാക്കിയുള്ള ഇൻഡക്ടർ ആയാലും കപ്പാസിറ്റർ ആയാലും ട്രാൻസിസ്റ്റർ ആയാലും ഒക്കെ അതിൻ്റെ അകത്തൊരു വേവ് ഫോമിൽ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഒരു പവർ ഉണ്ടാകുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ടോട്ടൽ എന്ന് പറയുമ്പോൾ 0 ആയി പോകാറുണ്ട്. അത്തരത്തിൽ വരുന്നതാണ് ഈ ഒരു വാട്ട്ലെസ് പവർ എന്ന് പറയുന്നത്. സോ ആ ഒരു വാട്ട്ലെസ് പവർ വരാത്ത ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റെസിസ്റ്റൻസ് ആണ്. ഇനി 5th ക്വസ്റ്റ്യൻ, എഡി കറണ്ട് ഡസ് നോട്ട് കോസ്. എഡി കറണ്ട് ഇതിൽ ഏതാണ് കാരണമാകാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഡാമ്പിംഗ് എന്ന് പറയുന്നത് എഡി കറണ്ടിൻ്റെ കോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്രാഗ് ആണ്. അതായത് ഒരു മോട്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു എഡി കറണ്ടിൻ്റെ കോയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എഡി കറണ്ടിൻ്റെ കോയിലകത്തുണ്ട്. ആ ഒരു കോയിലേക്ക് നമ്മൾ ആദ്യം ഒരു സപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 RPM റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോട്ടർ ഈ ഒരു എഡി കറണ്ട് കോയിലേക്ക് നമ്മൾ ഒരു 6 വോൾട്ട് സപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ RPM ചെറുതായിട്ട് കുറഞ്ഞ് ഒരു 1400, ഇത് ജസ്റ്റ് എക്സാമ്പിളാണ്, 1400ലേക്ക് മാറും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഒരു ഡ്രാഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു 6 വോൾട്ടിന് പകരം നമ്മളൊരു 10 വോൾട്ടാണ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡ്രാഗ് വരികയും ഈ RPM എന്ന് പറയുന്നത് നേരത്തെ 1400 നിന്ന് വീണ്ടും 1300ലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള വാല്യൂയിലേക്കോ കുറയും. അത്തരത്തിൽ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും കൂടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഹീറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, എഡി കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഹീറ്റ് ഉണ്ടാവും. ആ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ലോസ് ഓഫ് എനർജിയാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്പാർക്കിംഗ് ആണ്. കാരണം എഡി കറണ്ട് വെച്ചിട്ട് നമുക്കൊരിക്കലും സ്പാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് മാത്രം വരാറില്ല. ബാക്കി ഡാമ്പിങ്ങും ഹീറ്റിങ്ങും ലോസ് ഓഫ് എനർജിയും എപ്പോഴും എഡി കറണ്ടിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആണ്. ഇനി 16th ക്വസ്റ്റ്യൻ, ദ സേഫ് കറണ്ട് ഓഫ് എ ഫ്യൂസ് വയർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്. ഒരു ഫ്യൂസ് വയർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു ഫ്യൂസ് വയർ എടുക്കുമ്പോൾ അതിനകത്ത് കൂടി പാസ് ചെയ്യാവുന്ന സേഫ് കറണ്ട് എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് ഓപ്ഷൻ എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഓപ്ഷൻ ബി ലെങ്ത്, ഓപ്ഷൻ സി റെസിസ്റ്റിവിറ്റി, ഓപ്ഷൻ ഡി ഡയമീറ്റർ. ഇതിൽ ഓപ്ഷൻ ബി ലെങ്ത് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കാരണം ഇതിൽ ലെങ്ത് എന്ന് പറയുന്നത് അതിനകത്തൊരു ഫാക്ടറല്ല. ബാക്കി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന ആ ഒരു സേഫ് കറണ്ട് എന്ന് പറയുന്നത് കുറയും. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി, ഫ്യൂസിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റിവിറ്റി വേണം. ആ ഒരു റെസിസ്റ്റിവിറ്റി മാറുന്നതനുസരിച്ചിട്ട് അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പറഞ്ഞായിരുന്നു. ഈ ഡയമീറ്റർ എന്ന് പറയുന്നതും ഓട്ടോമാറ്റിക്കലി ഏരിയ ഓഫ് ക്രോസ് സെക്ഷനായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. സോ ഈ ഒരു 3 ഫാക്ടറും ഫ്യൂസിലൂടെ ക്യാരി ചെയ്യുന്ന ഒരു കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ആണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ലെങ്ത്. 17th ക്വസ്റ്റ്യൻ, ദ ഇൻഡ്യൂസ്ഡ് EMF cannot produced by. ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. മെയിൻറ്റെയിനിങ് എ ലാർജ് ബട്ട് കോൺസ്റ്റൻറ്റ് കറണ്ട്. ഓപ്ഷൻ ബി മൂവിങ് എ മാഗ്നറ്റ് നിയർ എ സർക്യൂട്ട്. ഓപ്ഷൻ സി മൂവിങ് എ സർക്യൂട്ട് നിയർ എ മാഗ്നറ്റ്. ഓപ്ഷൻ ഡി ചേഞ്ചിങ് ദ കറണ്ട് ഇൻ വൺ സർക്യൂട്ട് പ്ലേസ്ഡ് നിയർ അനദർ. ഇതിൽ ഈ അവസാനത്തെ 3 ഓപ്ഷൻസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാത്തിലും ഒരു ചേഞ്ച് ഉണ്ട്. ഇതിലൊരു മൂവിങ് ഉണ്ട്, ഇതിലും ഒരു മൂവിങ് ഉണ്ട്, ഇതിലൊരു ചേഞ്ചിങ് ഉണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇതാണ് EMF നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്തത്. ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു EMF പ്രൊഡ്യൂസ് ആവുള്ളൂ. അത്തരത്തിൽ ചേഞ്ചിങ് ഫ്ലക്സ് ഇല്ലാത്തത് ഈ ഒരു ഓപ്ഷൻ എയിലാണ്. ഇതൊരു മെയിൻറ്റെയിനിങ് എ ലാർജ് ബട്ട് കോൺസ്റ്റൻറ്റ് കറണ്ടാണ്. സോ ആ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി 18th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റേഴ്സ് ആർ റേറ്റഡ് ഇൻ. ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ, നമ്മൾ കോമൺലി പറഞ്ഞു വരുന്ന ജനറേറ്ററാണ്. ജനറേറ്റർ
റേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് യൂണിറ്റിലാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഉള്ളത് HP ഹോഴ്സ് പവർ, KVA കിലോ വോൾട്ട് ആംബിയർ, KW കിലോ വാട്ട്, അതുപോലെ തന്നെ KWH കിലോ വാട്ട് അവർ. ഇതിൽ KVA ആണ് നമ്മളെപ്പോഴും ആൾട്ടർനേറ്റേഴ്സ് റേറ്റ് ചെയ്യാറുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ എർത്തിങ് ഷീറ്റ് ഈസ്. നമ്മൾ ഷീറ്റ് എർത്തിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എർത്തിങ് ഷീറ്റായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. ഇതൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യനാണ്. ഇതൊരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൻസർ എന്ന് പറയുന്നത് GI ഷീറ്റാണ്. GI ഷീറ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ എർത്തിങ് ഷീറ്റിൻ്റെ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ എർത്ത് വയർ യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് വയറിംഗ് ഈസ്. വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എർത്ത് വയർ എന്ന് പറയുന്നതിൻ്റെ ഗേജ് അല്ലെങ്കിൽ സൈസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡർഡൈസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 14 SWGയുടെ കോപ്പർ വയർ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലൂമിനേഷൻ ഈസ്. ഇലൂമിനേഷൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് കാൻഡില, ലൂമൻ, ലക്സ്, മാക്സ്വെൽ. ഇതിൽ കാൻഡില ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ തീവ്രത അളക്കുന്നത് കാൻഡിലയിലാണ്. ലൂമൻ എന്ന് പറയുന്നത് നമുക്കൊരു ലൈറ്റ് സോഴ്സിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം കറണ്ട് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ലൈറ്റ് എത്രയാണെന്നുള്ളതിനെ മെഷർ ചെയ്യുന്നതാണ് നമ്മൾ ലൂമനിൽ. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിൽ വരുന്ന ലൂമൻ എത്രയാണ് എന്നുള്ളതാണ് ലക്സ് കൊണ്ട് മെഷർ ചെയ്യുന്നത്. ലക്സ് എന്ന് പറയുന്നത് ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കാൻഡിലയാണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ദ ഇൻക്രീസ് ഇൻ സപ്ലൈ ഫ്രീക്വൻസി ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ഒരു സപ്ലൈ ഫ്രീക്വൻസിയിൽ നമ്മൾ ഇൻക്രീസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൽ വരുന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സപ്ലൈ ഫ്രീക്വൻസിയും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അറിയണം. അതിന് മുമ്പായിട്ട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർക്യൂട്ടിൽ നമ്മൾ കപ്പാസിറ്റർ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഒരു കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കുന്നത് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് XC വെച്ചിട്ടാണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് 1/ωc, അല്ലെങ്കിൽ ഈ ഒമേഗനെയാണ് നമ്മൾ 2πf എന്ന് പറയുന്നത്. 2πfc ആണ് ഇതിൻ്റെ റിലേഷൻ വരുന്നത്. സോ ഈ ഒരു ഇക്വേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ F എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഈ ഒരു ഫ്രീക്വൻസി വരുന്നത് നമുക്ക് ഡിനോമിനേറ്ററിലാണ്. സോ ഫ്രീക്വൻസി ഡിനോമിനേറ്ററിൽ വരുമ്പോഴത്തേക്കും ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ആയിരിക്കും ആവുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡിക്രീസസ് ആണ്. ഇനി 23rd ക്വസ്റ്റ്യൻ, ദ പവർ ഫാക്ടർ ഓഫ് എ ലൈറ്റിംഗ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഇൻകാൻഡിസെൻറ്റ് ലാംപ്സ് ആർ. അതായത് ഇൻകാൻഡിസെൻറ്റ് ലാമ്പുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റിംഗ് സർക്യൂട്ടിൽ അതിൻ്റെ പവർ ഫാക്ടർ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഇൻകാൻഡിസെൻറ്റ് ലാംപ്സ് എന്ന് പറയുന്നത് പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ലോഡാണ്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കുള്ളൂ. ഒരു കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഒരു ലാഗിങ്ങോ ലീഡിങ്ങോ വരുന്നത്. അല്ലാത്ത പക്ഷം ഒരു റെസിസ്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിൽ എപ്പോഴും പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കുള്ളൂ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഹൗസ് വയറിംഗ് സർക്യൂട്ട് ദ ലാംപ്സ് ആർ കണക്റ്റഡ് ഇൻ. ഹൗസ് വയറിംഗ് സർക്യൂട്ട് നമ്മൾ വീടുകളിൽ വയർ ചെയ്യുന്ന സമയത്ത് ലാമ്പുകൾ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സീരീസ്, ഓപ്ഷൻ ബി പാരലൽ, ഓപ്ഷൻ സി മിക്സഡ് സർക്യൂട്ട്, ഓപ്ഷൻ ഡി ഇൻ പാരലൽ വിത്ത് സ്വിച്ചസ്. ഇതിൽ സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ലാമ്പിലും കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് കിട്ടില്ല. പാരലലായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക്, ഒരു പാരലൽ സർക്യൂട്ടിലാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ഒരു ലൈറ്റിലേക്കും സെയിം അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടുള്ളൂ. സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലാമ്പിൽ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കുള്ളൂ സെക്കൻഡ് ലാമ്പിലേക്ക് കിട്ടുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പാരലൽ കണക്റ്റഡ് ആയിരിക്കുള്ളൂ. 25th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സപ്ലൈ ഫ്രീക്വൻസി. താഴെ തന്നിട്ടുള്ളതിൽ സപ്ലൈ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഇംപെഡൻസ്, റെസിസ്റ്റൻസ്.
ഇതിൽ നമ്മൾ ആദ്യം തന്നെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് നമ്മൾ കണ്ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഡക്ടറാണ് അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ വരുന്നത് XL = 2πfL അല്ലെങ്കിൽ ωL ആണ്. ഇതിനകത്ത് നമുക്ക് 2πfL എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി എന്നൊരു ടേം ഇതിനകത്ത് കാണാൻ പറ്റും. സോ ആ ഒരു ഫ്രീക്വൻസിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇംപെഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെയും അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെയും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെയും കൂടെ ഒരു ടോട്ടലായിട്ടുള്ള വാല്യൂ ആണ്. സോ ആ ഒരു ഇംപെഡൻസും എപ്പോഴും ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. റിമൈനിങ് ആയിട്ടുള്ളത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് നമുക്കറിയാം ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫാക്ടറാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ് ആയിരിക്കുള്ളൂ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.